രജനി, എന്താ രജനി? എന്താ പറ്റി? കാര്യം പറ രജനി. ടെൻഷൻ ആക്കാതെ എന്താ സംഭവിച്ചെന്ന് പറയുന്നുണ്ടോ? ഒരാള് വരുന്നുണ്ട്. ആര്? ചന്ദ്രത്തുനിന്ന് ആരെങ്കിലും ആണോ? നന്ദൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ടെൻഷൻ ആവാനൊന്നുമില്ല. ആള് വരുന്നു പറഞ്ഞിട്ട് ആളാരാന്ന് പറയാത്ത എന്താ? ആയിരിക്കട്ടെ, എനിക്കറിയാവുന്ന ആരെങ്കിലും ആണോ? ഗിരി തന്നെയാ. ഞാൻ തന്നെയാണോ? രജനി, നീ വാലും തുമ്പില്ലാതെ ഓരോന്ന് പറയാതെ കാര്യം പറയുന്നുണ്ടോ? എന്തേത്? കുന്തം. വരുന്നത് വേറെ ആരുമല്ല, കുടുംബത്തിലെ പുതിയ അതിഥിയാ. മാറ്, അമ്മ ഇപ്പൊ വരും. സാരമില്ല, ഇവിടെ എന്തൊക്കെ നടക്കാൻ പോകുന്നതെന്ന് അമ്മയ്ക്ക് ഊഹിക്കാൻ പറ്റും കേട്ടാ. ചെറിയൊരു സംശയം തോന്നി. ഇന്നലെ മുതല് ചെറിയൊരു തലചുറ്റലുണ്ടായിരുന്നു. ഇന്നിപ്പോ 1-2 പ്രാവശ്യം വൊമിറ്റ് ചെയ്തു. അപ്പൊ തന്നെ അമ്മ ഉറപ്പിച്ചു നമ്മുടെ ജൂനിയർ വരുന്നുണ്ടെന്ന്. ടെസ്റ്റ് ചെയ്തപ്പോ സംഗതി പോസിറ്റീവ്. അപ്പോ മിസ്റ്റർ ഗിരി, നമുക്ക് പ്രമോഷൻ കിട്ടാൻ പോവാ, അച്ഛനായിട്ടും അമ്മയായിട്ടും. അതെ, ഇങ്ങനെ ഒരു പ്രമോഷൻ എനിക്ക് തന്നതിന് 1000 താങ്ക്സ്. എന്തായി കാണിക്കുന്നേ? മോളെ, കൊഴപ്പില്ല, അമ്മ വന്നോ? മുത്തശ്ശിയാവാൻ പോകുന്ന പ്രമാണിച്ച് എന്റെ ചെലവ് പാൽപ്പായസം. താങ്ക്സ്. മോളെ. അമ്മേ, അതെ, ഇതൊന്നും പോരാ. മാസാമാസം കിട്ടുന്ന പെൻഷനിൽ നിന്ന് ഒരു നല്ല വിഹിതം കൂടെ തരേണ്ടി വരും. ചെലവ് കൂടാൻ പോവാ. നിങ്ങൾ ഇനി എന്റെ പെൻഷനിൽ നിന്ന് 5 പൈസ പോലും പ്രതീക്ഷിക്കണ്ട. അയ്യോ, അതെന്താ അമ്മേ? ഇനിയൊക്കെ എന്റെ പേരക്കുട്ടിക്കാ. ആഹാ, അതമ്മ സ്കോർ ചെയ്തു. ഗിരി, ഞാൻ ചന്ദ്രോത്തൊന്ന് വിളിച്ചു പറയട്ടെ. ഗിരിയോട് പറഞ്ഞിട്ട് വിളിക്കാന്ന് കരുതി. വരട്ടെ, ഇന്ന് പറയണ്ട. നാളെ ഡോക്ടറെ കണ്ട് 100% കൺഫേം ചെയ്തിട്ട് പോവാം. അത് മതി. അമ്മേ, എന്തെങ്കിലും കഴിക്കാനായിട്ട്? എടുക്കാം. ഈ ഗിരിയുടെ ഒരു കാര്യം അമ്മയ്ക്ക് മനസ്സിലായി കാണും. മനസ്സിലായിക്കോട്ടെ. അതേ, ഞാനൊരു അച്ഛനാവാൻ പോകുന്ന ആളാ. കഴിക്കേ.